നിലമ്പൂരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കസേര പിടിക്കുക എന്നതാണ് ഇടത് വലത് മുന്നണികളുടെ ലക്ഷ്യമെന്ന സംവിധായകനും ബി.ജെ.പി. നേതാവുമായ മേജർ രവി. നിലമ്പൂരിൽ ഗതാഗത പ്രശ്നം ഉൾപ്പെടെ ജനകീയ വിഷയങ്ങൾ ഇരുകൂട്ടരും ചർച്ച ചെയ്യുന്നില്ലെന്നും മേജർ രവി പറഞ്ഞു. നിലമ്പൂർ ജനത പോളിംഗ് ബൂത്തിലേക്ക് കടക്കാനിരിക്കെ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കളും മറ്റുമൊക്കെ മണ്ഡലത്തിൽ സജീവമായിട്ട് തന്നെ പ്രചാരണ രംഗത്തുണ്ട്. ഇപ്പോൾ മേജർ രവി, സംവിധായകനും ബി.ജെ.പി. നേതാവുമായ മേജർ രവി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ ദിവസം മുകേഷിൻ്റെ ഒരു സിനിമ പ്രോഗ്രാമിൽ കേട്ടിരുന്നു. അതായത് അങ്ങ് ആ സിനിമാ പ്രോഗ്രാമിന് കണ്ടപ്പോഴും പറഞ്ഞത് നിലമ്പൂരിനെ കുറിച്ചാണെന്ന്. ഇപ്പോൾ നിലമ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് നിലമ്പൂരിലെ പോരാട്ടത്തെ കാണുന്നത്? നിലമ്പൂർ പോരാട്ടം എന്ന് പറയുന്നത് ഏതൊരു ഇലക്ഷൻ ആണെങ്കിലും ശരി, ജനങ്ങളുടെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു സമൂഹമാണ് കേരളത്തിലുള്ളത്. ആ തെറ്റിദ്ധരിക്കപ്പെട്ടത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് LDF ആണെങ്കിലും ശരി, UDF ആണെങ്കിലും അവരുടെ ഒറ്റ ടാർഗറ്റേ ഉള്ളൂ, RSS ഭീകരവാദികളെന്നുള്ളത്. RSS ഇന്നേ വരെ ഏതെങ്കിലും ഭീകരവാദത്തിൽ ഒരു തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഈ പ്രവർത്തനങ്ങളൊക്കെ നിർത്താം. ശരിയാണ്, തല്ലിയവനെ തിരിച്ചു തല്ലും. അത് രാഷ്ട്രത്തിന് എഗൻസ്റ്റായിട്ട് ആരെന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് ആ ശക്തി അങ്ങനെ നിൽക്കും. അതുകൊണ്ടാണ് ഇന്ന് ഈ രാജ്യം ഒരു നിങ്ങൾ പറയുന്ന പോലെ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അത് RSS ഇത്രയും ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. പക്ഷെ അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ജനങ്ങളിൽ. ഹിന്ദുക്കളായിട്ടുള്ളവരുടെ ഒരു സംഘടനയാണ് RSS എന്നും അവർ മുസ്ലിംസിനെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ളവരാണെന്നും പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ആരാണ്? LDF-ഉം UDF-ഉം. അവരെക്കാൾ വലിയൊരു ഭീകര സംഘടനകൾ വേറെ ഇല്ല. കാരണം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നുള്ളത് ഈ ഒരൊറ്റ ടാർഗറ്റ് വെച്ചുകൊണ്ടാണ് അവർ പ്രചരണം നടത്തുന്നതും കസേര പിടിച്ചെടുക്കുന്നതും. അത് കഴിഞ്ഞ് ഏത് സമയത്തും അവർക്ക് അവരുടേതായിട്ടുള്ള പോളിസികളെല്ലാം മാറ്റും. കസേര കിട്ടുക, കട്ക്കുക, മുടിപ്പിക്കുക, ജനങ്ങളെ ഒരുവിധം വിഡ്ഢികളാക്കുക എന്നുള്ളത്. അപ്പം അത് ഏതൊരു ഇലക്ഷൻ നടക്കുകയാണെങ്കിലും ജയമോ തോൽവിയോ എന്നുള്ളതല്ല, 10 പേരിലേക്കെങ്കിലും നമ്മളാൽ കഴിയുമെങ്കിൽ ആ സന്ദേശം എത്തിക്കുക. ഇനിയും നിങ്ങൾ വിഡ്ഢികളാവല്ലേ, നമ്മുടെ കേരളത്തിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇന്ന് എല്ലാ സ്റ്റേറ്റുകളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ഇവിടെ നമ്മൾ മുന്നിലാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം സെൻറ്റർ ചെയ്യുന്ന കാര്യങ്ങളെ മുഴുവൻ അതിൻ്റെ എല്ലാം ക്ലെയിംസ് എടുത്തുകൊണ്ട് പിന്നീട് ഞങ്ങളാണത് ചെയ്തതെന്നും പറഞ്ഞ് നാണമില്ലാത്ത കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇറക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെല്ലാം കാണുന്ന സമയത്ത് ഒരു ഇലക്ഷൻ വരുമ്പോൾ നമുക്കത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ ആ ശബ്ദം എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെയൊക്കെ ഞാനെപ്പോഴും ഉദ്ദേശിക്കുന്നതാണ്. ജനങ്ങൾ സത്യം അറിയണം. അതറിയണമെങ്കിൽ നമ്മൾക്ക് ഇതുപോലുള്ള പ്ലാറ്റ്ഫോംസ് വേണം. എന്നെങ്കിലും കേരളം മാറും, കേരളം ചിന്തിക്കും. ശരിയല്ലേ? ഈ നിലമ്പൂരിലേക്ക് വരുമ്പോൾ നിലമ്പൂരിൽ റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണം, അമൃത് ഭാരത് പദ്ധതിയിലൂടെ നവീകരണം ഉൾപ്പെടെ നിരവധി കേന്ദ്ര പദ്ധതികൾ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും അല്ല ഇവിടെ ചർച്ചയാവുന്നത്. അതുപോലെ നിലമ്പൂരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ നിലമ്പൂർ ബൈപ്പാസ് നഗരത്തിൽ എപ്പോഴും ഗതാഗത കുരുക്കാണ്. അത്തരം വിഷയങ്ങളല്ല ഇടത് വലത് മുന്നണികൾ പ്രധാനമായിട്ടും ചർച്ചയാക്കിയത്. ഒന്ന് മലപ്പുറം എന്ന പേരിൽ, ആ പേരിനെ പറ്റി ചൊല്ലിയുള്ള വിവാദമായിരുന്നു ആദ്യത്തെ പ്രശ്നം. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയെ കോൺഗ്രസ് കൂട്ടുപിടിക്കുന്നു, PDP-യെ ഇപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടുപിടിക്കുന്നു. അപ്പം അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? ജനങ്ങളെ എത്ര കാലം നിങ്ങൾ ഈ നുണ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കും? നിങ്ങൾ വികസനങ്ങൾ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്ത് വികസനം ചെയ്താലും അതിൻ്റെ എല്ലാം ക്ലെയിം എടുത്തുകൊണ്ട് പോകുക എന്നുള്ളതാണല്ലോ നിങ്ങളുടെ LDF-ൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്. ഞങ്ങൾ ചെയ്തു, ഹൈവേ ഞങ്ങൾ ചെയ്തു, എല്ലാ ആഴ്ചയും ഞങ്ങൾ മീറ്റിംഗ് നടത്തി. അപ്പം മന്ത്രി റിയാസ് പറഞ്ഞിരുന്നത് എന്തായിരുന്നു? ഞങ്ങളാണ് ഇതിൻ്റെ എല്ലാ ആൾക്കാർ. പൊളിഞ്ഞപ്പം എന്തായി? ഞങ്ങൾക്ക് യാതൊരു കയ്യുമില്ലാന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇവരൊക്കെ എന്ത് പറഞ്ഞാലും ഒരു വാക്കിനും സ്ഥിരതയില്ലാത്ത കുറച്ച് വ്യക്തികളാണ്. പിന്നെ രാജീവ് ജി സ്റ്റേജിൽ കയറിയിരുന്ന സമയത്ത് അതിനെ കളിയാക്കി ഇങ്ങനെയൊക്കെയുള്ള അല്പത്തരങ്ങൾ കാണിക്കുന്ന മന്ത്രിമാരായിട്ടുള്ള ഒരു മന്ത്രിസഭ ആണെന്ന് ഇപ്പോൾ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നാളത്തെ നമ്മുടെ കുട്ടികളുടെ ഫ്യൂച്ചർ ഒന്ന് സുരക്ഷിതമാക്കണമെങ്കിൽ ഇനിയും കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പെഹൽഗാം ആക്രമണം നടന്ന സമയത്ത് ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി സ്വരാജ് സ്വീകരിച്ച നിലപാട് അത് വലിയ വിമർശനം ഉണ്ടായതാണ്. ഒപ്പം തന്നെ UDF-ൻ്റെയും ഒക്കെ അന്നത്തെ നിലപാട് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ളതാണ്. അത് ഏതായാലും നിലമ്പൂരിൽ ചർച്ചയാവുന്നതാണോ കരുതുന്നത്, അല്ലെങ്കിൽ അങ്ങത് ചർച്ചയാവേണ്ട വിഷയം തന്നെയാണെന്നല്ലേ കരുതുന്നത്? പെഹൽഗാം എന്നുള്ളത് ഇവിടെ എത്ര പേര് അതിനെ സീരിയസ് ആയിട്ട് കാണുന്നുണ്ട് ജനങ്ങളെന്നുള്ളത് മനസ്സിലാക്കുന്നില്ല. ഞാനാണ് ഇവരൊക്കെ പറയുന്നതിന് മുന്നേ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് 23-ാം തീയതി കാലത്ത് 8 മണിക്ക് ഞാൻ മാതൃഭൂമിയിൽ കൊടുത്തിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് കേരളം മുഴുവൻ ചിന്തിച്ച് അത് ഡൽഹി വരയ്ക്ക് ഇംഗ്ലീഷിലടക്കം ട്രാൻസ്ലേഷൻ ആയിട്ട് പോയി അവിടെ ജനങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും സംസാരിക്കാനും ഇടയായിട്ടുള്ള കാര്യം എന്തായിരുന്നു? ഇത് തീവ്രവാദി അറ്റാക്കിനകത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആൻറ്റി നാഷണലായിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം റൈറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി അവർ വസ്ത്രം പൊക്കിക്കൊണ്ട് ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിച്ചുകൊണ്ടൊരു തീവ്രവാദത്തിൻ്റെ ഒരു അറ്റാക്ക് നടത്തി എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയത്. നേരെ മറിച്ച് അതൊരു ഹിന്ദു മുസ്ലിം റൈറ്റിലോട്ട് പോവുമായിരുന്നു. പക്ഷേ അതാ കറക്റ്റ് സമയത്ത് നമ്മളൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴാണ് അല്ല അത് ഇയാൾ പറഞ്ഞ് ശരിയല്ലേ എന്നുള്ളത് ചിന്തിച്ചത്.
അപ്പം ആ ചിന്തിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് അത് ഒരു ബി ജെ പിക്കാരൻ്റെ വായിൽ തന്നെ വരേണ്ടി വന്നില്ലേ? അതിൻ്റെ നിങ്ങളാരൊന്നും അങ്ങനെ പറയാൻ, കാരണം നിങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല. നിങ്ങൾക്ക് ഇവിടെ വേണ്ട എന്താണ്? ഹിന്ദു മുസ്ലിം തല്ലുകൊടുക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് നേടിക്കൊണ്ട് കസേര ഉണ്ടാക്കാന്നുള്ളത്. ഏതായാലും ജനങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് കടക്കുമ്പോൾ നിലമ്പൂരിലെ ജനങ്ങളോട് മേജർ രവി പറയുന്നത് പെഹൽഗാം ഭീകരാക്രമണ സമയത്ത് ഇടത് വലത് മുന്നണികൾ സ്വീകരിച്ച നിലപാട് ചിന്തിക്കണം. ഒപ്പം തന്നെ നിലമ്പൂരിൻ്റെ വികസനമാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം, അതേക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, നിലമ്പൂർ.